ദുല്ലേജിനെ കവർ ചെയ്തിട്ട് നമ്മളിതാ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ സംസാരം എന്ന് പറഞ്ഞാൽ പുലർച്ചെ ടൈം ആയതുകൊണ്ടാണ് സൈലൻ്റായിട്ട് ശാന്തമായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്താ പറയുക, ഉറക്കൊക്കെ എണീറ്റ് ഇപ്പോൾ 4 മണി ഏകദേശം നടക്കുകയാണ്. അങ്ങനെ ബസ്സിൽ കയറിയിട്ടിരിക്കണം. എന്താ പറയുക, ഈ സമയത്ത് അതായത് സീസൺ ടൈം മഴക്കാലമൊക്കെ ആകുമ്പോൾ എന്താ ഹാർബർ അങ്ങനെ പിന്നെ ഹൈബോഗ അങ്ങനത്തെ ഏരിയയിലാണ് കൂടുതലും ഒക്കെ. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചാലിത്തേക്കാണേ പോകുന്നത്. ലൈറ്റ് ഓഫാക്കി നീ ഒരു അരമണിക്കൂർ ഉറങ്ങുന്നതന്നെ ഉറങ്ങാം, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുക. ഇപ്പോൾ ഒന്നും കാണില്ല, പുറത്തുള്ള അല്ലാതെ. ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ടല്ലേ. ചാലിയതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ശരിക്കും വെള്ളമാണ്. അവിടം വരെയൊക്കെ വെള്ളം, ആ തോണിയൊക്കെ കാണുന്നില്ല, അവിടം വരെ വെള്ളമുണ്ട്. വെള്ളം ഇറക്കത്തിന് ഇങ്ങനെ പറ്റി പോയതാണ്. അപ്പോൾ നമ്മൾ പിടിക്കല്ലേ അവര് നമുക്ക് കിട്ടിയിരിക്കാനാ ഡീസലാണ്. ഇല്ല സീരല്ലേ, വെള്ളം വറ്റിപ്പോയി. ചളിയാണ് ഇവിടെ, വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി. അതിൽ കുറച്ചുകൊണ്ട് തള്ളി വിടണം. നമ്മള് വെള്ളത്തിലാണ്, നമ്മളെ ബോട്ടാണ് കാണുന്നത്. നാടൻ ഭാഷ പറഞ്ഞ വെള്ളം എന്ന് പറയട്ടെ. അപ്പൊ ചേക്കൻ പോകാനുണ്ട് ഈ സമയത്ത്. പ്രായം ഉറച്ചു പോയിന്. അപ്പോൾ കെട്ടി വലിക്കണം. ചെറിയ തോണി വന്നിട്ട് അതുപോലെ തന്നെ കെട്ടി വലിക്കണം. നല്ല പോകുള്ളൂ. ആ വെള്ളത്തിന് കെട്ടി ഇങ്ങനെ ഓടാൻ ഓടിയിട്ട് ഇവിടെ തന്നെ നോക്കിയാൽ അത്രയ്ക്ക് മണ്ണിൽ തട്ടിപ്പോയി. ഇവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചിലാവണം. കുറേ ബോട്ട്, അതുപോലെ തന്നെ കുറേ വെള്ളം. അതുപോലെ തന്നെ നമ്മളെ ആങ്കർ എടുക്കാണ്ട് കേട്ടോ. നമ്മളെ ആങ്കറിൻ്റെ റോപ്പാണ്. അവിടെ നമ്മളെന്താ പറയുക, മണ്ണിൽ ഉറച്ചുകൊണ്ടാണ് ലേശം ലേറ്റായത്. വെള്ളം ഇറക്കാകുമ്പോൾ അങ്ങനെ തന്നെ താഴെ ഇങ്ങനെ തട്ടി വയ്ക്കും സാധനം. ബോട്ടെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും ഇവിടെ. ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ അയ്യോ, കാരണം മോർണിംഗ് വൈബ് എന്ന് പറയണേ. കെട്ടി ഓടാൻ കഴിയില്ല. പക്ഷെ ചെറിയ തോണി കൂടി വരുന്നുണ്ട്. അതാണ് വരുന്നത്. അതിന് ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് വെട്ടണം. ഈ രണ്ടാമതിൻ്റെ ബാക്കിൽ. ഇതാണ് നമ്മൾ നേരത്തെ ആങ്കർ എടുക്കാണ്ടെന്ന് അറിയില്ലേ, ആങ്കർ. അപ്പം ഏകദേശം നേരം വെളുത്ത് മീൻ കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഓടണത്. എല്ലാവരും അങ്ങനെ തന്നെ. നമ്മൾ പുലർച്ചയ്ക്ക് എണീറ്റ് വരണല്ലേ. കടലിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. നേരത്തേതുപോലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണമെന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പണിയിലായതുകൊണ്ട്. നമ്മളെ വല പിന്നെ റോപ്പുണ്ട്. റോപ്പ് എന്താ പറയുക, നമ്മൾ വല ഇടുമ്പോൾ വലയിടുന്ന പറയുമ്പോൾ ആളിറങ്ങാ അല്ല ആളെയാടാ വല കോരാ എന്നൊക്കെയാണ് പറയാം. അത് വല ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇത് വരുന്നു കൊടുക്കും. അതുപോലെ തന്നെ വേറെ ടീമുകൾ പണിക്ക് പോകുന്നുണ്ട്.
റബ്ബറാണ്. അത്യാവശ്യം കാറ്റും കിട്ടുക. ഈ ഡ്രസ്സൊക്കെ പാറുന്നുണ്ട്, അതിന് മനസ്സിലാവും. ഇവിടുത്തെ ചെറിയ തോണിക്കാർ കുറേ ഉണ്ട്. അവിടെ നല്ല ഒരു എന്താ പറയുക ചുവപ്പ് കളറായിട്ട് കാണില്ലേ? ആക്ച്വലി എന്താ പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശമാണ്. സൂര്യൻ്റെ പ്രകാശം അവിടെ പോയിട്ട് ഇങ്ങനെ മേഘങ്ങളിൽ നിന്ന് തട്ടിയിട്ട് അതിങ്ങനെ വെളിച്ചം വെച്ചിട്ടാണ്. ഓടി 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 നമ്മൾ ചാലിക്ക് ഓടിയിട്ട് ഏകദേശം കോഴിക്കോടാണ് ഉള്ളത്. കോഴിക്കോട് ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി കാഴ്ച വെച്ചാൽ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നത്. അതായത് കാർമേഘം ഉണ്ടായതുകൊണ്ട് എന്താ പറയുക അത്ര അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. വേറെ മലഞ്ചേരിയിൽ നിന്നാണ് ഒഴിച്ചു വരുന്നത്. കോഴിക്കോട് ബിൽഡിംഗ് ഇതൊക്കെ കാണുന്നുണ്ടല്ലേ? മണ്ണുണ്ടായതുകൊണ്ട് ഈ മൂടൊക്കെ ഉണ്ടായത് കാർ മൂടൊക്കെ ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റും. നല്ല ടെറസിൻ്റെ അടുത്താണ്. ഈസ്റ്റ് കൂടെ കാണുന്നുണ്ട് കാണാൻ. ഈ മാർക്ക് ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചാൽ കടലിലെ പാറകളുണ്ടല്ലോ, മല, ചെറിയ ചെറിയ മലകളുണ്ടാവും. അതുപോലെ തന്നെ വെൽക്കുണ്ടാവും. ഇതൊക്കെ ഈ ഏരിയയിലൊക്കെ മലകളാണുള്ളത്. ഇപ്പോൾ നമ്മളെ ബോട്ട് പോണതാ ഈ ഒരു ഇവിടെ ഒരു മാർഗമാണ് ചെയ്താൽ. അതിനടുത്തൊരു കല്ലുണ്ട്, അതിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പോകും. അതിൽ കാണാൻ പറ്റും. ചായ 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 വേണ്ടേ? ചായക്ക് എന്താണ് കടി എന്താണ് കൂടെ? ഓ നമ്മളിപ്പോൾ ഇവിടെ ചായ കുടിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് നമ്മൾ കിട്ടില്ല. കോയാസിന്റെ ചിക്കൻ ഫ്രൈ ആണ് കഴിക്കണത്. ഇപ്പോൾ കഴിച്ചോണ്ടിരിക്കണേ. and nice patri. This is Baroda. രാവിലെ തുടങ്ങിയ കാറ്റാണ് നമുക്ക്. രാവിലെ നമ്മൾ പൊളിച്ചൊക്കെ എണീറ്റ് പണിക്ക് പോയി കുറേ ലോങ് ഓടി. ഇപ്പോൾ ഏകദേശം കോഴിക്കോടാണ്. നമ്മളിപ്പോൾ ചാലിയത്താണ് വെച്ചത്. ചാലിയത്ത് നിന്ന് എടുത്ത് ഓടിയിട്ട് കോഴിക്കോട് ഓടി. പിന്നെ ഇവിടെ വീണ്ടും വരുമ്പോൾ വീണ്ടും റിട്ടേൺ അടിച്ച്. പിന്നെ ഇപ്പോൾ ഏകദേശം പുതിയാപ്പ കഴിഞ്ഞ് കോഴിക്കോട് ജില്ല പുതിയാപ്പ കഴിഞ്ഞ് ഏകദേശം വടകര ആ ഒരു പുതിയാപ്പ കൊയിലാണ്ടി നേരെത്തി. അപ്പോൾ വീണ്ടും റിട്ടേൺ അടിച്ചു. അവിടെ കാറ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കണില്ല. കാറ്റിന് അവസാനം കിട്ടുന്നില്ല. പ്രായമുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചു പറഞ്ഞു അത് കാറ്റ് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ, നിലക്കാൻ കുറച്ച് സമയം എടുക്കും. അവിടെ കാറ് കൂടി കിടക്കുക. പക്ഷെ അവർ പ്രായക്കാർ ഇപ്പോൾ നമ്മളെക്കാരും എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാണ് അത് മഴ പെയ്തിട്ട് പോകണം ആ കാറ്. പിന്നെ
കാറ്റത്ത് നമുക്ക് ഇതാ പണിക്കോ അതുപോലെ എന്തെങ്കിലും നിൽക്കാനോ അതൊക്കെ കുടിച്ചാണ് നിൽക്കണേ. നിൽക്കാനും ഇവിടെ കൊടുത്തിട്ട് ബുദ്ധിമുട്ടില്ലതാ. ബാക്കിലുള്ള സംഭവം വെള്ളടി കാണില്ലേ, സാധാരണ നോർമലാണെങ്കിൽ ഇപ്പൊ കെട്ടേക്ക് ഓടാൻ പറ്റുമോന്നാ ചോദിക്കുന്നത്. ഓടാൻ പറ്റുമോ? അങ്ങനെ തടി കിട്ടിക്കോളാം, നിങ്ങളെ തടി ഓടിക്കോളാൻ പറയണം. അതിന് പൊക്കം കൂടി ഉയരം കൂടി വരാം. ആൾക്കാരവിടെ കളിക്കുന്നുണ്ട്. അതേപോലെ പലരുടെ പണി എടുക്കുന്നുണ്ട്. നാട്ടിൽ കളിക്കാൻ കിട്ടി. ഈ കടലിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടി കരക്ക് പോവാണെങ്കിൽ ഇതിനെക്കാളും സ്ട്രോങ് ഉണ്ടാവും. ആ കെട്ടിട്ട് ഓടാൻ പറ്റുന്നത് കെട്ടിട്ട് അതിങ്ങനെ പെരുങ്ങ് പായ ഇതിരിക്കുന്ന ആൾക്കാരെ ഊര പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് കടലിലെ ഇപ്പോൾ ഈ ഒരു സമയത്തുള്ളവരില്ലേ കാറ്റ് ഭയങ്കര സീനാണ്. മഴ വലിയ കുഴപ്പമില്ല, കാറ്റും മഴയും കൂടിയാണെങ്കിൽ പിന്നെ തണുപ്പ് ഡീസലിട്ട പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇതിപ്പോൾ തുടക്കം മാത്രം, തുടങ്ങുന്നത് ഒരു സൈഡ് ഇതിനെക്കാളും ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം പോലും ഉണ്ടാവും. എന്താ പറയുക, കടലിൽ പെട്ടെന്നായിരിക്കും നമ്മൾ എന്താ പറയുക, പെട്ടെന്നായിരിക്കും നമുക്ക് കാറ്റ് ഇതൊക്കെ വരാം. അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് തന്നെ പോകണേ. പക്ഷേ എന്താ പറയുക, ചിലപ്പം വരും ഡേഞ്ചറിൻ്റെ അവസ്ഥ. കടലിൻ്റെ കളർ വരെ മാറിപ്പോയി അല്ലേ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യട്ടോ. ഫോളോ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് നമ്മൾ പിന്നെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരു സബ്സ്ക്രൈബ് ഇല്ല അങ്ങനെ ചെയ്തിട്ടാ. ഏതായാലും ഓക്കെ, കമൻ്റൊക്കെ പിന്നെ നിങ്ങളെ അഭിപ്രായം.